നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ദേ. ഞാനേ ഒരു ചായ കുടിക്കാൻ മുട്ടി നിൽക്കുകയായിരുന്നു. ദാനേട്ടൻ ഇവിടെ ഉണ്ടായിരുന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല. അല്ല പിന്നെ ഇതിനതേ 2 കപ്പ് ചായ കൊണ്ടുവന്നേ? ഒന്ന് എനിക്ക് കുടിക്കാൻ കൊണ്ടുവന്നതാ. ആണോ? ഞാൻ വിചാരിച്ചു. സാരമില്ലതേ, നമ്മുടെ ദാനേട്ടനല്ലേ. നമ്മുടെ ദാനേട്ടനായതുകൊണ്ടാണോ സുശീല ആന്റി സഹായിക്കാൻ പോകുന്നത്? ദേ ദാനേട്ട, വാസന്തേച്ചിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിട്ടാ ഞാൻ സുശീല ആന്റിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടത്. എന്നിട്ടിപ്പോ വാസന്തേച്ചി മെമ്പറായി കഴിഞ്ഞപ്പോ നിങ്ങൾ എന്റെ ശത്രുവിനെ സഹായിക്കാൻ പോവാണോ? അയ്യോ ദേ, സുശീലാന്റി ദയക്ക് ഇപ്പോഴും ശത്രുവാണെങ്കിലേ ഒരു കാരണവശാലും അവരുടെ കാര്യത്തിൽ ഞാനും വാസന്തി ഇടപെടില്ല. ഞങ്ങൾക്ക് ദയ കഴിഞ്ഞല്ലേ മറ്റാരും ഉള്ളൂ. അല്ല ഞാൻ പിന്നെ ശബരി ആ കുടുംബത്തിനോടൊരു അനുകൂല ഭാവം കാണിച്ചപ്പോ ആ കുടുംബമായിട്ട് എനിക്ക് എന്നും അടുപ്പം തന്നെയാണ് ദാനേട്ടൻ. അത് സുശീലാന്റിയോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല, ഇന്ദ്രേട്ടനോടും സത്യനോടൊക്കെയുള്ള സ്നേഹം കൊണ്ടാ. സോനയോടും. എന്തിനാ വെറുതെ അവളെ വിട്ടുകളയുന്ന? ശബരിയേട്ടനെ സ്വന്തമാക്കാൻ അവളും അവളുടെ അമ്മയും കുറെ നാള് പുറകെ നടന്നതായിരുന്നില്ലേ? അതൊക്കെ ഇപ്പോഴും നീ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാണോ? ദേ, ഞാനൊന്നും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നില്ല. ശബരിയേട്ടൻ എന്നെ ഓരോന്ന് ഓർമ്മിപ്പിക്കുന്നതാ. എന്റെ അനുചേച്ചിയെ കള്ളക്കേസിൽ കുടുക്കാൻ ശ്രമിച്ചവരാ ഈ സുശീലാന്റി. തുടക്കത്തിൽ ആ തള്ളയുടെ മകളും അനുചേച്ചി തെറ്റിദ്ധരിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് അനുകൂലമായി ശബരിയേട്ടൻ എന്തെങ്കിലും ചെയ്താ ഞാൻ അതിനെ എന്തായത് ഉപയോഗിച്ചോ എതിർത്തിരിക്കും. ധനേട്ടാ, നിങ്ങൾ വാസന്തേച്ച് ഒരു കാര്യം ഓർത്തോ? എന്നെ വെറുപ്പിച്ച സുശീലാന്റിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടതുപോലെ നിങ്ങളെയും സോഷ്യൽ മീഡിയയിൽ ഞാൻ നാറ്റിക്കും. അതിന് ദയ ഒരു മടിയും കാണിക്കില്ല, പറഞ്ഞേക്കാം. അളിയനെ തൃപ്തിയായല്ലോ അല്ലേ? തൃപ്തിയായി. ഇനിയിപ്പോ ചേച്ചിയെ വിവരം അറിയിച്ചേക്ക്. ഞാനൊന്ന് കുളിക്കട്ടെ. ഈ സുശീലാന്റി വരുത്തി വെച്ചൊരു പിന്നെ ഇനി ആ വിഷയം എന്റെ നാവിന്ന് വീഴില്ല.